ഈ എറണാകുളം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലെ ഈ ഹൗസിംഗ് കോളനിയുടെ സമീപത്താണ് രാവിലെ ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ ഏതാണ്ട് ആളുകളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. രാവിലെ 8:15 മണിയോടുകൂടിയാണ് ഈ സമീപവാസിയായ ഒരാൾ ഇങ്ങനെ ഒരു പൊതിക്കെട്ട് വീണ് കിടക്കുന്നത് കണ്ടത്. ആമസോണിൻ്റെ ഒരു കവറിൽ എന്തോ പൊതിഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. സ്വാഭാവികമായും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പോയ പൊതിയാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ കുറച്ചു നേരം മുമ്പ് തന്നെ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ എത്തുകയും ഇവിടുത്തെ വേസ്റ്റ് അടക്കം എല്ലാം വാരിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കവർ ഇവിടെ കിടക്കാൻ സംശയം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതേ തുടർന്ന് ഈ സമീപവാസി തന്നെ ഈ കവർ അഴിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ എല്ലാം തന്നെ ബ്ലഡ് കാണാൻ കഴിഞ്ഞു. റോഡിലേക്ക് ബ്ലഡ് ഉണ്ടായി. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി. തുടർന്നാണ് ഇവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമോ എന്ന് നോക്കിയത്. തുടർന്ന് 21 നിലയുള്ള ഈ ഫ്ലാറ്റിൻ്റെ സമീപത്ത് നിന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ഈ മരച്ചില്ലകൾക്കിടയിലൂടെ ഒരു പ്ലാസ്റ്റിക് കവർ ആരോ വലിച്ചെറിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നാണ് ഇവിടെ ഏതാണ്ട് 3 ഫ്ലാറ്റിൽ ആളില്ലായിരുന്നു. ആ ഭാഗത്ത് നിന്നാണ് ഈ കവർ വീണത് എന്നത് മനസ്സിലായത്. ഇതേ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി. തുടർന്ന് ഫ്ലാറ്റിലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തു. സെക്യൂരിറ്റി അടക്കം ചോദ്യം ചെയ്തു. സെക്യൂരിറ്റിയും പറയുന്നത് രാവിലെ ഇങ്ങനെ ഒരു കവർ അവിടെ കിടക്കുന്നത് കണ്ടു എന്നുള്ള ഒരു സൂചന മാത്രമാണ് നൽകിയത്. സമീപവാസിയ ഒരാളാണ് കൃത്യമായി ഈ കവർ വീണ് കിടക്കുന്നത് കണ്ടതും അതുപോലെ ഇതിൻ്റെ ബ്ലഡ് ഒക്കെ കണ്ടത്. തുടർന്ന് പോലീസ് വിശദമായ പരിശോധന നടത്തി. എന്നാൽ ഈ ഫ്ലാറ്റിൽ ആരും തന്നെ ഗർഭിണികളില്ല എന്ന് മനസ്സിലായിരുന്നു. ഇതോടുകൂടി സംശയം വളരെയധികം ഉണ്ടായി. ഒരു നിഗൂഢത ബലപ്പെട്ടു. തുടർന്ന് ഫ്ലാറ്റിലെല്ലാം പരിശോധന നടത്തിയപ്പോൾ ഒരു ഫ്ലാറ്റിലെ ബാത്റൂമിൽ രക്തത്തിൻ്റെ കറ കണ്ടെത്തി. തുടർന്ന് പോലീസ് കൂടുതലായി പരിശോധന നടത്തിയപ്പോൾ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ ഫ്ലാറ്റിലുണ്ട്. അവളെ കൂടുതൽ ചോദ്യം ചെയ്തു. തുടർന്ന് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനൊടുവിൽ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, എൻ്റെ പെട്ടെന്നുള്ള അങ്കലാപ്പിൽ ഈ കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു. അതായത് ജനിച്ചപ്പോൾ തന്നെ കുട്ടി മരിച്ചു എന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്നാൽ ഇതിലും ചില സംശയങ്ങളുണ്ട്. പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയ്ക്കും താൻ ഗർഭിണിയാണ് എന്ന വിവരം അറിയില്ലായിരുന്നു. ഒരു റേപ്പ് കേസ് ഉണ്ടായി എന്നാണ് ലഭ്യമാകുന്ന സൂചന. അതായത് പോലീസ് നൽകുന്ന സൂചന ഈ പെൺകുട്ടിയെ ഒന്നിലധികം പേർ ചേർന്ന് റേപ്പ് ചെയ്തതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പേരും അതുപോലെ ബാക്കി കാര്യങ്ങളും കൂടുതൽ വെളിപ്പെടുത്തരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം നാടിനെ തന്നെ നടുക്കിയൊരു സംഭവമാണ്. അതായത് ജനിച്ച് ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ ആരുമില്ലായിരുന്നു, അല്ല ഈ പെൺകുട്ടിക്ക് ആരെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പെൺകുട്ടി പറയുന്നത് രാവിലെ 5 മണിയോടുകൂടി താൻ പ്രസവിച്ചു, ബാത്റൂമിലാണ് പ്രസവിച്ചത്. ഇതിനുശേഷം 3 മണിക്കൂറോളം റൂമിൽ, അതായത് ഫ്ലാറ്റിലൊരു റൂമിൽ കഥ അടച്ചിരിക്കുകയായിരുന്നു. ഇതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റിക് കവർ, അതായത് ഈ ആമസോണിൻ്റെ ഒരു കവറിൽ പൊതിഞ്ഞ് ഈ മൃതദേഹം പുറത്തേക്ക് എറിഞ്ഞത്. തുടർന്ന് ഈ കവർ കണ്ടെത്തിയ പോലീസ് സംഘം ഈ കവറിലെ ബാർകോഡ് സ്കാൻ ചെയ്തു. അങ്ങനെയാണ് ഈ പറയുന്ന ബിസിനസ്സുകാരനായ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അല്ലെ മകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ കഴുത്തിൽ ഒരു ഷോൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഷോൾ ചുറ്റിയതുകൊണ്ട് ഇത് ജനിച്ച ഉടനെ തന്നെ മരിച്ചതാണോ അതോ കൊലപാതകമാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിന് ഇനി ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇവിടെ എത്തി കൂടുതൽ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലാറ്റിൽ ഒരു കുടുംബമാണ് ഇപ്പോൾ ഇതിന് പിന്നിലെന്ന് വ്യക്തമായി. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇക്കാര്യം അറിയില്ല, താൻ തന്നെ ചെയ്തതാണ്, താൻ ഗർഭിണിയാണെന്ന വിവരം അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് രാവിലെ 5 മണിയോടുകൂടി പ്രസവിക്കുന്നത്. ഇതിനുശേഷം ഈ മരിച്ച അല്ലെങ്കിൽ പ്രസവത്തോടുകൂടി തന്നെ കുട്ടി മരിച്ചു. കുട്ടിയുടെ മൃതദേഹം ഈ പ്ലാസ്റ്റിക് കവറിലാക്കി താനാണ് മുകളിൽ നിന്ന് വലിച്ച് താഴേക്ക് എറിഞ്ഞത്. പക്ഷേ ആദ്യം നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കുട്ടിയെ ആരോ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നു എന്നുള്ള രീതിയിലായിരുന്നു. സത്യത്തിൽ അങ്ങനെയാണോ സംഭവിച്ചത് എന്നത് പോലീസ് സ്ഥിരീകരിക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തതയുള്ളൂ. ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സമീപത്തുള്ള ഒരു വ്യക്തി ആ വാഹനത്തിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ അവിടെ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് അവിടെ ബ്ലഡിൻ്റെ സാമ്പിളൊക്കെ ഉണ്ടായിരുന്നു. ഈ കവർ മൊത്തം രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. കാരണം അത്രയും മുകളിൽ നിന്ന് വന്ന് വീഴുന്ന ഒരു ചെറിയ ബോഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ അറിയാൻ കഴിയും. എന്തായാലും ഈ പെൺകുട്ടി പറയുന്നതാണോ സത്യം, അതോ ഇത് മാതാപിതാക്കൾക്ക് ഇക്കാര്യം അറിയാമായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ പുറത്താകും. എന്തായാലും ഈ പനമ്പള്ളി നഗറിനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ വലിയൊരു ഷോക്കിംഗ് ന്യൂസായിരുന്നു രാവിലെ ഉണ്ടായത്. രാവിലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി, അല്ലെ കുട്ടിയെ ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നു എന്ന തരത്തിലായിരുന്നു സംഭവങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ അച്ഛനും അമ്മയും അറിയാതെ ഒരു പെൺകുട്ടി 23 വയസ്സുകാരിയാണ്, പ്രസവിക്കുന്നു. ആ കുട്ടിയുടെ മൃതദേഹം ഈ പെൺകുട്ടിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് 3 മണിക്കൂറിന് ശേഷം ഈ മൃതദേഹം ഒരു കവറിലാക്കി പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഇതിൻ്റെ സാഹചര്യ തെളിവുകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ ഫ്ലാറ്റിലും പോലീസ്
പരിശോധന നടത്തി പെൺകുട്ടിയുടെ വിവരങ്ങൾ കൂടുതലായി പുറത്തുവിടരുത് എന്ന് പറഞ്ഞതുകൊണ്ടും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് അറിയിക്കരുത്, അതിജീവിതം എന്ന് തന്നെ പറയണമെന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നില്ല. എന്തായാലും ഇത് വലിയ നിഗൂഢത ഉളവാക്കിയ ഒരു സംഭവം തന്നെയാണ്. പോലീസിൻ്റെ ഒരു വിശദീകരണം അനുസരിച്ച് ബാക്കിയുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ജനിച്ച ഉടനെ തന്നെ കുട്ടി മരിച്ചുപോയോ അതോ അതിനുശേഷം കഴുത്തിൽ ഈ പറയുന്ന ഷോളോ വല്ലോ മുറുക്കി കൊലപ്പെടുത്തിയതാണോ എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ ഗതി ഇനിയും മാറാനുണ്ട്. ഈ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും അതിജീവിത എന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇത് അറിയുന്ന മുറയ്ക്ക്, അതായത് പോലീസ് ഇക്കാര്യങ്ങൾ നൽകുന്ന മുറയ്ക്ക്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്ന മുറയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.